Hi everybody. Very morning. ഇവിടെ ഉണ്ടത്രേ. പിന്നെ പനി കുറവുണ്ട്, അപ്പോൾ സൗണ്ട് ക്ലിയർ ഇല്ല, എന്നാലും സംസാരിക്കാന്ന് വെച്ചു. ജനലടക്കുമ്പോൾ നല്ല ഗ്ലാമർ കൂടുതൽ. കളറ്. ഓക്കെ. അപ്പം ഇന്നെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കാര്യം നടന്നിട്ടുണ്ട് ഇപ്പോൾ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചു. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ലോകത്ത് സംഭവിക്കാത്ത ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം സുഖമായിട്ട് കഴിഞ്ഞ് അവരവരുടേതായ രീതിയിൽ ഇപ്പോൾ 5 ദിവസമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ആ സബ്ജക്റ്റേ കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു സബ്ജക്റ്റ് കിട്ടുന്നവരെ ആരും വിടൂല. ഈ ലോകത്ത് ഈ അറിയുന്ന എൻ്റെ ചുറ്റുപാടില്ല, ആരും ഇനി അത് വിടൂല. ഒന്ന്. പിന്നെ ഇവിടെ എൻ്റെ ലോക്കൽ നെയിം നന്ദുമാരൻ എന്നാണ്. നന്ദുമാരൻ എന്ന് പറഞ്ഞൊരു ലോക്കൽ നെയിമുള്ള ഒരുത്തനുണ്ട്. അവൻ്റെ ഫുൾ നെയിം പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു വേറെ തരത്തിൽ വിചാരിച്ചെടുത്തോ, ഫുൾ നെയിം എന്താന്ന്. അപ്പോൾ ഇവനാണ് ഇവിടുത്തെ ഫോട്ടോ പബ്ലിക് ചെയ്യുന്ന ആൾ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവൻ എൻ്റെ ഒരു ഫോട്ടോ പബ്ലിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡയറക്ടർ മറ്റേത് എന്നെല്ലാം പറയുന്ന പോലെ ഇവൻ്റെ ജോലി അതാണ്. ഈ പെണ്ണുങ്ങളെ ഫോട്ടോ പരസ്യമാക്കുക എന്നുള്ളത് ഇവൻ്റെ ഒരു മെയിൻ ഹോബി. അപ്പോൾ ആ സബ്ജക്റ്റ് ഒരുവിധം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം ഈ ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ട് അത് ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ. അതിനെപ്പോഴും ഈ സംഭവത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളാരാന്നറിയോ? നമ്മളെ മാരൻ. ഈ മാരനിലൊരു സ്പെഷ്യലൈസ് ചെയ്താണോ ഈ മാരൻ. അപ്പോൾ ഇതിപ്പോൾ പറയാനും ഒരു കാരണമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, നമുക്ക് വന്നാൽ അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കും ആൾക്കാർ. ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഒരാളോട് നമ്മളൊരു സഹായം ചോദിച്ചോ, കിട്ടൂല. ഉപദേശം ചോദിച്ചോ, നമുക്ക് കിട്ടൂല. പിന്നെ അത്ര അടുത്ത ആൾക്കാർ പറയും, പേടിച്ചിട്ട്, അത്ര അടുത്ത ആൾക്കാർ പേടിച്ചിട്ട് പറയും, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഒന്നിനും നിൽക്കണ്ട, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, ആരും ഉണ്ടാവില്ല. അതൊരു സത്യസന്ധമായ കാര്യം. അതേപോലെ എന്തിനാ ഉളുപ്പില്ലാണ്ട് നമ്മളെ ഫോട്ടോ പബ്ലിക് ചെയ്യാനും മറ്റൊരാളെ മോളെ കാര്യം സംസാരിക്കാനും. ഇവന് 2 പെൺകുട്ടികളുണ്ട്. ഇവർ നാളെ ആരപ്പരം പോകുന്നു വിചാരിച്ചിട്ട് ഇവന് ഇത്ര ഒരു ലഹരി ഏറ്റെടുത്തിട്ട് ഫോട്ടോ പബ്ലിക് ചെയ്യുന്നു. ഇതെൻ്റെ അയൽവാസിയായ ഒരുത്തൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവന് ലേഡീസിൻ്റെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ പരിപാടിയാണ് ഇവൻ്റെ മെയിൻ ഹോബി. അപ്പം നമ്മളെല്ലാം ഇത് കുറേ കാലമായിട്ട് സഹിക്കുന്നുണ്ട്. ഇപ്പം ഇവൻ 2 ലേഡീസിൻ്റെ അടുത്ത് വൃത്തികേട് മറ്റ് 2 ആണുങ്ങൾ ഇവിടെ വന്ന് അടിച്ചിട്ടുണ്ട്. ഇവൻ്റെ വീട്ടിൽ 2 ആണുങ്ങൾ എൻ്റെ തൊട്ട അയൽവാസി അടിച്ചിട്ടുണ്ട്. എന്നിട്ടും മതിയാക്കിയിട്ടില്ല. സ്വന്തം കാര്യം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരത് പറഞ്ഞ് നടക്കുന്ന ഊളകള നാടാണ്. അത് നമുക്ക് ജോലി സ്ഥലമായിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും എന്ന് പറയുന്നില്ല. എൻ്റെ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നതും എല്ലാവരും അല്ല. അപ്പം അല്ലാത്തൊരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതുപോലില്ല ഊളകൾ താമസിക്കുന്ന കൾച്ചറില്ലാത്ത. അപ്പം നമ്മളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ പറയും അതെൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, എല്ലാ നാട്ടിലുണ്ട്. ഇവരെപ്പം നന്നാവും?
ഈ സങ്കൽപ്പിച്ച് സംസാരിക്കുന്നതും ഈ ഒരുമാതിരി തെമ്മാടിത്തരൽ എപ്പം നന്നാവും? നിനക്കൊന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരം. ഇതെപ്പം നന്നാവും എന്നൊന്ന് അറിയാനൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ സമൂഹം, ഈ ഒരു സംസ്കാരം, മറ്റൊരാളെ ഫോട്ടോസും മറ്റൊരാളെ എത്തി നോക്കാനും കാണിക്കുന്ന ആ ഒരു ടെൻഡൻസി ഇല്ലേ, അതെപ്പം മതിയാക്കും? ഇതൊരു വല്ലാത്ത രോഗമാണ്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? അടി. അടീന്ന് പറഞ്ഞാൽ ലേഡീസ് ആയാലും ഇപ്പം എൻ്റെ ഫോട്ടോ ആണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അടിച്ചോളാം പോയിട്ട്. ഇവനിപ്പോൾ കിട്ടിയ പോലെ രണ്ടാള് അവനെ വന്ന് അടിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മൾ അടിച്ചോളാം. അടിച്ചോളാം പോയിട്ട്. വേറൊറ്റ വഴിയുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കണം, ആരെ കൂടെ ജീവിക്കണം, അത് എത്ര നാൾ ജീവിക്കണം, എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, സഹിക്കണോ വേണ്ടോ, എന്താണ് കാര്യം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് എന്തിനാ റോൾ? ഇത് പറഞ്ഞ് 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 മടുത്തു. ഇവനിപ്പോൾ വേറൊരാളെ ഫോട്ടോ കാണിച്ച് നടക്കുന്നതല്ലാന്ന് ഇവന് ബിരുദാനന്തര ബിരുദാനന്തര ബിരുദവും എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൾക്കാരെ മുന്നിൽ വളരെ മാന്യനാണ്. രാവിലെ കുളിച്ച് കുറേയൊക്കെ തൊട്ട് നടക്കും. ഇവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിലും വിഷമായ ഒരു സ്ത്രീ. മറ്റുള്ളവർക്ക് ജാതകം എഴുതുന്നൊരുത്തി വേറെയും ഉണ്ട്. പിന്നെ ഇവൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവും, ഭക്ഷണം കൊടുക്കും. ഒരു തരം ചാപ്പ. അപ്പം അന്നേരം നിങ്ങൾക്ക് ചോദിക്കും, ഇതെന്താ ഇന്ന് പറയാൻ കാരണം? ഇന്ന് പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യം ആ കുട്ടി കഴിഞ്ഞു, അവരെല്ലാ കാര്യവും കഴിഞ്ഞു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. 5 ദിവസമായി. പക്ഷേ ഈ പിന്നെ പബ്ലിഷിങ്ങും എഡിറ്റിങ്ങും ക്രോപ്പിങ്ങും കട്ടിങ്ങും ഷെയ്വിങ്ങും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഇവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അത് വേറെ വഴിക്ക് മനസ്സിലാവുന്നുമുണ്ട്. അപ്പം ജസ്റ്റ് ആ നാറി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർ വെട്ടിയല്ല, മറ്റൊരാളെ പ്രൈവസിയിൽ ഇവൻ എത്തി നോക്കരുത് എന്ന് പറയാൻ തന്നെ വീഡിയോ ഇട്ടതാണ്. അതായത് പെണ്ണുങ്ങളെ ഫോട്ടോ പരസ്യമാക്കി കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്. നിയമം നടപ്പിലാക്കുമോ അതൊക്കെ പരാതിക്കാർ തീരുമാനിക്കും. എൻ്റെ കയ്യിലെ പന്ത്. അപ്പം എന്ത് തെമ്മാടിത്തരം ആര് ചെയ്താലും നിയമത്തിൻ്റെ ഏതറ്റം വരെയും പരാതിപ്പെട്ടവർ പോകണം. മേലാൽ ഇതും അതിന് അസുഖം ഉണ്ടാവരുത്. ഒരാളെ പരാതി ഇവിടെ പിടിച്ചു വെക്കാനോ അത് പബ്ലിക്കാക്കാതിരിക്കാനൊന്നും ഈ ലോകത്തൊരു നിയമവുമില്ല. ഈ ഉപദ്രവിച്ചവന് മാപ്പുണ്ട്, ഉപദ്രവിക്കാൻ കൂട്ടുനിന്നവന് മാപ്പില്ല. അത് ഫോട്ടോഗ്രാഫറായാലും എത്ര ഉന്നതനായാലും ഏത് പൊളിറ്റിക്സ് ആയാലും എന്തായാലും ഉപദ്രവിച്ചവനെക്കാട്ടിയും തെറ്റ് ഉപദ്രവിക്കാൻ കൂട്ടുനിന്നവരാണ്. അത് ലേഡി ആയാലും മേലധികാരി ആയാലും ആരായാലും. നമ്മളെ വീട്ടിലുള്ള പാരൻസ് നമ്മളെ കുട്ടികളെ ഉപദ്രവിക്കുന്നത് പാരൻസ് അറിഞ്ഞു നടിക്കാതെ, ടീച്ചേഴ്സ് അറിഞ്ഞു നടിക്കാതെ, അതാ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ അതിലേറെ കുറ്റക്കാരാണ്. നിങ്ങൾക്ക് ശിക്ഷാ നിയമവും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും അറിയാത്തതുകൊണ്ടാണ് ലേഡീസിൻ്റെ ഫോട്ടോ പരസ്യം ചെയ്യാനും അവരെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാനും അവരെക്കുറിച്ച് അനാവശ്യം പറയാനും നിങ്ങളറിഞ്ഞോ എന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നടക്കുന്നതും അവൻ ഈ കാര്യത്തിൽ വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദയവേത് ഇവന്മാരൊന്നും ഈ പണിക്ക് നിൽക്കരുത്. വലിയ ശിക്ഷയായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മൾ നമ്മൾ പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് നടക്കുന്ന കാര്യങ്ങളാണ് വീട്ടിൻ്റെ അടുത്ത്.